അമ്മയിൽ പരസ്യ പ്രതികരണം വിലക്കുന്നതിൽ എതിർപ്പുമായി മാല പാർവതി. പബ്ലിക് ഓഡിറ്റിംഗ് പാടില്ല എന്ന അമ്മ സംഘടനയിലുള്ളവർ പറയാൻ പാടില്ല. മിണ്ടരുത് എന്ന് പറഞ്ഞാൽ വില പോവില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഇടപെടണമെന്നും മാല പാർവതി ആവശ്യപ്പെട്ടു. വിളിച്ചന്വേഷിച്ചപ്പോൾ കേട്ട കഥയാണിത്. കാരണം അദ്ദേഹം കാഷ്വലായിട്ട് പറഞ്ഞതാ. അതേപോലെ എന്നെ ടിനിച്ചേട്ടൻ വിളിച്ചിരുന്നു. ടിനിച്ചേട്ടൻ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ പിന്നെ പള്ളി കൊണ്ടുപോയോ എന്ന്. അപ്പോൾ ഞാൻ എൻ്റെ മോനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു പള്ളിയിലൊന്നും കൊണ്ടുപോയില്ല, ആരെയും കൊണ്ടുപോയില്ല, ഞങ്ങളെ ആരും മതം മാറ്റാൻ നോക്കിയിട്ടില്ല. അൻസു എന്നാണ് വിളിക്കുന്നത്. അൻസു ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സാണ്, വളരെ പണ്ട് മുതലേ പരിചയമുള്ളവരാണ്. ഞങ്ങളെ ആരും മതം വരാൻ നോക്കിയിട്ടില്ല, എൻ്റെ മകനെയും നോക്കിയിട്ടില്ല, ആരെയും നോക്കിയിട്ടില്ല. പക്ഷേ ഈ കഥ എങ്ങനെ പോയി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്നാണ് അദ്ദേഹം പറഞ്ഞത്. അൻസിബ ആക്രമിക്കപ്പെടുന്നത് അൻസിബയ്ക്ക് നിലപാടുള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ കുട്ടി പിന്നെ കണക്കുകൾ ചോദിക്കും, അല്ലെങ്കിൽ പിന്നെ അവിടെ സ്പോൺസർഷിപ്പ് എടുക്കാമെന്ന് പറയുമ്പോൾ പറ്റത്തില്ലെന്ന് പറയും. പബ്ലിക് ഓഡിറ്റിംഗ് പാടില്ല എന്നൊന്നും അമ്മ സംഘടനയിലെ ആരും പറയരുത്. പബ്ലിക് ഓഡിറ്റിംഗ് ഉണ്ട് കേരളത്തിൽ, എവിടെയും ഉണ്ട്. മുഖ്യമന്ത്രി തൊട്ട് അറ്റം വരെയുള്ള എല്ലാവർക്കും പബ്ലിക് ഓഡിറ്റിംഗ് ഉണ്ട്. അങ്ങനെയാണ് ഈ സംസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ആരും എതിർക്കണ്ട അഭിപ്രായം പറയുന്നതിനും. അതുകൊണ്ട് ഞങ്ങൾ മൗനകളാണ്, ഞങ്ങൾ മിണ്ടില്ല, ഞങ്ങളിവിടെ സീക്രസിയാണ്. ഇതൊന്നും ഇവിടെ വിലപ്പോവില്ല. ഈ മുതിർന്ന അഭിനേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെടാത്തത് കാര്യം പറഞ്ഞാൽ അവരും കൂടെ ആണല്ലോ ഇതിനകത്ത് നാണം കെടുന്നത്. എനിക്ക് അതിനെപ്പറ്റി ഞാൻ എന്ത് പറയാനാണ്? അല്ല, ആരാണ് പിന്നെ പരിഹാരം കാണേണ്ടത്? അവരൊക്കെ തന്നെയാണ് കാണേണ്ടത്. അവരൊക്കെ തന്നെയാണ് കാണേണ്ടത്. ശ്രീ മോഹൻലാൽ, ശ്രീ മമ്മൂട്ടി, ശ്രീ സുരേഷ് ഗോപി, ശ്രീ മുകേഷ്, ശ്രീ ഗണേഷ്, ബാലേന്ദ്ര മേനോൻ സർ, അങ്ങനെയുള്ള മുതിർന്ന പുരുഷന്മാരാണല്ലോ അവിടെ ഉണ്ടായിരുന്നത് മുമ്പ്. അവരൊക്കെ തന്നെയാണ് കാണേണ്ടത്. അല്ലെങ്കിൽ ഇതിനകത്ത് എനിക്ക് അറിയില്ല, ഭാരതീയമ്മയൊന്നും അങ്ങനെ വന്ന് മുമ്പിൽ നിന്ന് ഞാൻ അവരിന്ന് ഇടപെടണം എന്ന് തന്നെയാണ്. തുടക്കത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഞാനും പറഞ്ഞിരുന്നു, ഇതെല്ലാം നമുക്ക് സംഘടനയ്ക്കുള്ളിൽ തീർക്കണം, എന്തിനാണ് ഈ പുറത്തു പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പുറത്തു പറഞ്ഞ് എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് എന്തിന് കൊണ്ടുപോയി എന്നൊക്കെ. ആർക്ക് വേണമെങ്കിലും എല്ലാ കാര്യങ്ങളും പറയാവുന്ന ഒരു അവകാശമുള്ള നാട് എന്ന നിലയിൽ ഈ കാര്യങ്ങൾ നിയമ നടപടിയിലേക്ക് നീങ്ങുന്നതായാലും ആർക്കും തടയാനാവില്ല. അതുകൊണ്ട് തന്നെയാണ് അൻസിബ പറഞ്ഞ കാര്യങ്ങൾ നിയമ നടപടിയിലേക്ക് നീങ്ങുമ്പോൾ അത് അവരുടെ അവകാശമാണ്, അവരത് ചെയ്യട്ടെ എന്ന് നമ്മളൊക്കെ പറഞ്ഞത്.